അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഏറെ പ്രതീക്ഷയുണർത്തിയ ചിത്രമായിരുന്നു വാഴ 2. അപ്രതീക്ഷിത ഹിറ്റായിരുന്ന വാഴയുടെ രണ്ടാം ഭാഗത്തിൽ കോമഡിയും ഇമോഷനും സമാസമം ചേരുന്നു. ഫസ്റ്റ് പാർട്ടിൽ മകനും അച്ഛനും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞതെങ്കിൽ രണ്ടാം ഭാഗത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധവും സൗഹൃദങ്ങളുടെ കരുത്തുമൊക്കെയാണ് അടിത്തറപാകുന്നത്. ആദ്യ പകുതി തമാശയും ഫൈറ്റുമൊക്കെയായി കടന്നുപോകുന്നു. വലിയ താരമൊന്നുമല്ലെങ്കിലും ഹാഷിർ സ്ക്രീനിൽ വരുമ്പോൾ നിറഞ്ഞ കയ്യടിയാണ് കിട്ടുന്നത്. ഡയലോഗ് ഡെലിവറിയിലും എക്സ്പ്രഷൻസിലും ഹാഷിർ മികച്ചു നിൽക്കുന്നു. ഇമോഷണൽ സീൻസും ഹാഷിർ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സായി വരുന്നവരും നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആദ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നതിൻ്റെ പകപ്പൊന്നും ഇവരിൽ കാണാനില്ലായിരുന്നു. വിനായകൻ്റെ പെർഫോമൻസിനെ കിടു എന്ന് തന്നെ വിശേഷിപ്പിക്കണം. തമാശയും ഇമോഷനുമൊക്കെ വിനായകന് നന്നായി ഫലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഭാവിയിലെ താരമാണ് വിനായക് എന്ന് പറഞ്ഞാലും തെറ്റില്ല. രണ്ടാം പകുതിയിലും കോമഡി ഉണ്ടെങ്കിലും ഇമോഷണൽ ടച്ചിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പെടാപ്പാടുകളും ചെറുപ്രായത്തിൽ ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ചോർത്തുള്ള കുറ്റബോധവും ഒക്കെ ഇമോഷണൽ ട്രാക്കിനെ സ്ട്രോങ് ആക്കുന്നു. സംഗീതത്തിന് വാഴ 2വിൽ നല്ല പ്രാധാന്യമുണ്ടാകുമെന്ന് അനൗൺസ് ചെയ്തിരുന്നു. അത് ശരിവയ്ക്കുന്നതാണ് സിനിമയിലെ പാട്ടുകൾ. 10 പാട്ടുകളാണ് സിനിമയിലുള്ളത്. ഈ 10 പാട്ടുകൾക്കുമായി 9 സംഗീത സംവിധായകരുമുണ്ട്. ഏറ്റവും കൂടുതൽ സംഗീത സംവിധായകരുള്ള സിനിമ എന്ന റെക്കോർഡും ഒരുപക്ഷെ വാഴ 2വിനായിരിക്കും. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ വരുന്ന ഗാനത്തിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയോ എന്ന് സംശയം തോന്നുന്നു. ആദ്യ ഭാഗത്തിലെ ഹൃദയം മുറിയും എന്ന ഗാനം ലാസ്റ്റ് വരുന്നുണ്ട്. സിനിമ 2.25 മണിക്കൂറായി നീളാൻ കാരണം അവസാന ഭാഗത്തെ വലിച്ചു നീട്ടലാണ്. സിനിമ പ്രഡിക്റ്റബിൾ ആയതിനാൽ സീനുകൾ വലിച്ചു നീട്ടുന്നത് പ്രേക്ഷകരെ അസ്വസ്ഥരാക്കും. പടത്തിൻ്റെ ട്രെയിലർ മുതൽ പ്രേക്ഷകരെ ആകർഷിച്ചത് അൽഫോൺസ് പുത്രൻ്റെ പ്രസൻസും അദ്ദേഹത്തിൻ്റെ പ്രേമം സിനിമയുടെ റെഫറൻസുമായിരുന്നു. ചിത്രത്തിൽ അൽഫോൺസ് പുത്രൻ്റെ വരവ് മുതൽ പടത്തിൻ്റെ വൈബ് ഉയരുന്നത് കാണാം. കുറച്ച് സീനുകളിലെ അൽഫോൺസ് പ്രത്യക്ഷപ്പെടുന്നുള്ളൂ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ തിയേറ്ററിൽ ചിരി പടർത്തി. അഖിൽ ലൈലാസുരനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. കഥയറിഞ്ഞ് ക്യാമറ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് കൃത്യമായി ഒപ്പിയെടുക്കാൻ അഖിലിന് സാധിക്കുന്നുണ്ട്. കണ്ണൻ മോഹൻ്റെ എഡിറ്റിങ്ങും ഗംഭീരമായിട്ടുണ്ട്. ആദ്യ ഭാഗത്തിന് തിരക്കഥ എഴുതിയ വിപിൻ ദാസ് വാഴ 2വിനും തിരക്കഥ രചിച്ചിരിക്കുന്നു. 4 പേർ ചേർന്നാണ് നിർമ്മാണം. വിപിൻ ദാസ്, ഹാരിസ് ദേശം, സാഹു ഗരബാട്ടി, PB അനീഷ് എന്നിവരാണ് നിർമ്മാതാക്കൾ. എന്തായാലും ഫാമിലിയായി തന്നെ കാണാൻ പറ്റുന്ന ഫീൽ ഗുഡ് ഫിലിമാണ് വാഴ 2.